മന്ത്രിസഭയിൽ മോദിയോളം തലപ്പൊക്കമുള്ള ആൾ. എന്നിട്ടും അമിത്ഷായെ പോലെ വളരെ ജൂനിയറായ ഒരു വ്യക്തി തന്നെ എക്ലിപ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നാലും അത് അനുവദിച്ചുകൂടാ. BJP-യിൽ രാജ്നാഥ് സിംഗ് ദേശീയ തലത്തിൽ അറിയപ്പെടുമ്പോൾ മോദി വെറും ഗുജറാത്തിലെ മുഖ്യമന്ത്രി. ഗുജറാത്ത് മുഖ്യമന്ത്രിയേക്കാൾ എത്രയോ ഉയരത്തിലായിരുന്നു രാജ്നാഥ് സിംഗും സുഷമ സ്വരാജുമൊക്കെ അദ്വാനിയോടൊപ്പം ലോക്സഭയിൽ സാമാജികരായി ഇരുന്നത്. അവരെയാണ് ദേശീയ നേതൃത്വം അംഗീകരിച്ചിരുന്നത്. ആ കാലമൊക്കെ പോയി BJP-യെ മോദിയും അമിത്ഷായും കൂടി കൈവെള്ളയിൽ പിടിച്ചെടുത്ത് ഹൈജാക്ക് ചെയ്തെടുത്തപ്പോൾ വാസ്തവത്തിൽ പല അദ്വാനി പക്ഷക്കാരുടെയും പ്രാധാന്യം തന്നെ കുറഞ്ഞു. വസുന്ധരയെ പോലുള്ളവർ, നിതിൻ ഗഡ്കരിയെ പോലുള്ളവരെയൊക്കെ തഴഞ്ഞു. ഗഡ്കരിയെ പരമാവധി തഴയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഗഡ്കരി ഒരു അദ്വാനി പക്ഷക്കാരനാണ്. എന്നിട്ടും ഗഡ്കരിയെ അപമാനിച്ച് കൂടെ നിർത്തുന്നതിന് കാരണം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ഗഡ്കരിക്കുള്ള സ്വാധീനമൊന്നും ദേവേന്ദ്ര ഫട്നാവിസ് നേടിയെടുത്തിട്ടില്ല എന്ന BJP-യുടെ ഉത്തമ ബോധ്യം കൊണ്ടാണ്. കേന്ദ്രമന്ത്രിസഭയിലെ അഴിമതി വീരനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ വാസ്തവത്തിൽ രാജിവെച്ചൊഴിയേണ്ട സാഹചര്യമാണ്. നിർമ്മല സീതാരാമനും അതുപോലെ ധർമ്മേന്ദ്ര പ്രധാനും ഒക്കെ കൃത്യമായും ജനങ്ങൾ വെറുക്കുന്നു, ശപിക്കുന്നു. എന്നിട്ടും ഇത്തൽ കണ്ണികളെ പോലെ അവർ അധികാരത്തിന് വേണ്ടി തുടരെ വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ പാർലമെന്ററി കാര്യ മന്ത്രിയാണ് കിരൺ റിജ്ജു. വായെടുത്താൽ പച്ചക്കള്ളവും പുലഭ്യവും മാത്രം വിളിച്ചു പറയാൻ ഉതകുന്ന ആ തിരുവ തുറക്കാതിരുന്നാൽ അത്രയും മനോഹരം എന്ന് ഓരോ സാമാജികരും കരുതുന്ന അവസ്ഥ. പറഞ്ഞു വരുന്നത് രാജ്നാഥ് സിംഗ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ്. നിതിൻ നബീനെ ഒന്നും ഒരു കാര്യവും പറഞ്ഞിട്ട് ഒരു വിഷയവുമില്ല. കാരണം JP നദ്ദയേക്കാൾ പോക്കണം കെട്ടവനാണ് നിതിൻ നബീൻ. വെറും കളിപ്പാവ. ആ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം മോദിയുടെയും അമിത്ഷായുടെയും കയ്യിലെ വെറും കളിപ്പാവ മാത്രമാണ് നിതിൻ നബീൻ എന്ന ഈ ചെറുപ്പക്കാരൻ. BJP-യെ ഉണർത്താൻ ദേശീയ പട്ടം കൊടുത്ത് അംഗീകരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഈ രാജ്യത്തെ കുറിച്ച് അറിയില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് നിതിൻ നബീൻ. ഏതായാലും രാജ്നാഥ് പല കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. തന്റെ കോട്ടയായ UP-യിൽ നടക്കുന്ന അഴിമതികൾ രാജ്നാഥ് സിംഗിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അയോധ്യയിലെ കൊള്ള അങ്ങനെ ഇങ്ങനെയൊന്നും പൊറുക്കാവുന്നതല്ല, ക്ഷമിക്കാവുന്നതല്ല. രാമജന്മഭൂമി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഘർഷം നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇന്ന് ഖേദിക്കുകയാണ് പല BJP നേതാക്കളും. ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാർക്ക് വേണ്ടിയായിരുന്നോ തങ്ങൾ വഴിയൊരുക്കിയത് എന്ന ചോദ്യവും അവർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്.